ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 10 വിഭൂതിയോഗം. ശ്ലോകം 33. അക്ഷരാണാമകാരോസ്മി ദ്വന്ദ്വഃ സാമാസികസ്യ ച അഹമേവാക്ഷയഃ കാലോ ധാതാഹം വിശ്വതോമുഖഃ. വിവർത്തനം. അക്ഷരങ്ങളിൽ അകാരവും സമാസങ്ങളിൽ ദ്വന്ദ്വ സമാസവുമാണ് ഞാൻ. അനവസാനമായ കാലവും സൃഷ്ടികർത്താക്കളിൽ ബ്രഹ്മാവും ഞാനാണ്. ഭാവാർത്ഥം. സംസ്കൃത അക്ഷരമാലയിൽ ഒന്നാമത്തെ അക്ഷരമാണ് അകാരം. വൈദിക സാഹിത്യം അതിൽ നിന്നാരംഭിക്കുന്നു. അകാരം ഉൾപ്പെടാത്ത ശബ്ദമില്ല. ശബ്ദത്തിൻ്റെ ഉദ്ഭവം അതിലാണെന്ന് പറയാം. ദ്വന്ദ്വ സമാസങ്ങൾ പലതും സംസ്കൃതത്തിലുണ്ട്. ഉദാഹരണം, രാമകൃഷ്ണ എന്ന പദം. ഇതിൽ രാമ, കൃഷ്ണ എന്നീ പദങ്ങൾ ഏകീഭവിക്കുന്നത് കൊണ്ടാണ് ദ്വന്ദ്വ സമാസമെന്ന പേർ പറയുന്നത്. എല്ലാ കൊലയാളികളിലും വെച്ച് ഏറ്റവും പ്രാധാന്യം കാലത്തിനാണ്. കാരണം അത് എല്ലാത്തിനെയും ഹനിക്കുന്നു. കാലം കൃഷ്ണന്റെ പ്രതിപുരുഷനാണ്. കാലക്രമേണ അഗ്നിപ്രളയമുണ്ടാവുകയും എല്ലാം നശിക്കപ്പെടുകയും ചെയ്യും. സ്രഷ്ടാക്കളായ ജീവാത്മാക്കളിൽ ചതുർമുഖനായ ബ്രഹ്മാവാണ് മുഖ്യൻ. തന്മൂലം അദ്ദേഹം പരമപുരുഷനായ കൃഷ്ണന്റെ ഒരു പ്രതിനിധിയാണ്. ശ്ലോകം 34. മൃത്യു സർവഹരശ്ചാഹ മുദ്ഭവശ്ച ഭവിഷ്യതാം കീർത്തിശ്രീർവാക്ച നാരീണാം സ്മൃതിർമേധാധൃതിക്ഷമാ. വിവർത്തനം. സർവസംഹാരിയായ മരണവും ഭാവിയുടെ ഉദ്ഭവസ്ഥാനവും സ്ത്രീകളിൽ യശസ്, ഭാഗ്യം, സുന്ദര ഭാഷണം, ഓർമ്മശക്തി, ബുദ്ധി, സ്ഥൈര്യം, ക്ഷമ എന്നിവയും ഞാനാണ്. ഭാവാർത്ഥം. ജനനശേഷം ഓരോ നിമിഷവും മനുഷ്യൻ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്ഷണം തോറും മൃത്യു ജീവനെ വിഴുങ്ങുന്നു. ഒടുവിലത്തെ വിഴുങ്ങൽ മാത്രം മരണമെന്ന് കരുതപ്പെടുന്നു. ആ മരണവും കൃഷ്ണനാണ്. എല്ലാ ജീവികൾക്കും ആയുഷ്കാലത്ത് 6 ദശകൾ പിന്നിടാനുണ്ട്. ജനനം, വളർച്ച, സ്ഥിതി, സന്തത്യുത്പാദനം, ക്ഷയം, അവസാനം മരണം. ഇവയിൽ ആദ്യത്തേത് ഗർഭാശയത്തിൽ നിന്നുള്ള മോചനം, ജനനമാണ്. അതും കൃഷ്ണൻ തന്നെ. ജനനമെന്ന ആദ്യ ദശയാണല്ലോ മറ്റെല്ലാറ്റിൻ്റെയും പ്രാരംഭം. മുൻപറഞ്ഞ 7 വിഭൂതികൾ യശസ്, ഭാഗ്യം, നല്ല വാക്ക്, ഓർമ്മശക്തി, ബുദ്ധി, സ്ഥൈര്യം, ക്ഷമ മുതലായവ സ്ത്രീലിംഗങ്ങളായിട്ടാണ് പറയപ്പെടുന്നത്. അവയിൽ എല്ലാമോ ചിലതെങ്കിലുമോ ഉണ്ടെങ്കിൽ ഒരാൾ കീർത്തിമാനാകും. നീതിനിഷ്ഠനെന്ന് പേരെടുത്തവൻ കീർത്തിമാനാകുന്നു. തികവുറ്റ ഭാഷയെന്ന നിലയ്ക്ക് ആദരാർഹമാണ് സംസ്കൃതം. പഠിച്ചു കഴിഞ്ഞ ഒരു വിഷയം പിന്നീട് ഓർമ്മയിൽ സൂക്ഷിക്കാനുള്ള കഴിവാണ് സ്മൃതി. വ്യത്യസ്ത വിഷയങ്ങളെക്കുറിച്ചുള്ള ഗ്രന്ഥങ്ങൾ വായിക്കുക മാത്രമല്ല, അവയെ ഗ്രഹിച്ച് വേണ്ടുന്ന സന്ദർഭങ്ങളിൽ പ്രയോഗിക്കുകയും ചെയ്യാനുള്ള കഴിവ് ബുദ്ധിയും അഥവാ മേധ. ചാബല്യത്തിന് വഴങ്ങാതിരിക്കാനുള്ള കരുത്താണ് സ്ഥൈര്യം അഥവാ ധൃതി. ഒരാൾ പൂർണ്ണ യോഗ്യത നേടിയെങ്കിലും വിനീതനാണെങ്കിൽ ദുഃഖത്തിലും ആനന്ദാതിരേകത്തിലും സമചിത്തത പുലർത്താനുള്ള കഴിവുണ്ടെങ്കിൽ അയാൾക്ക് ക്ഷമയുണ്ടെന്ന് പറയാം. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.